പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് നന്മ നിറഞ്ഞ മറിയം പ്രാർത്ഥന ചൊല്ലി ഈ ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മയുടെ തിരുക്കുമാരനായ ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അച്ഛനോടൊപ്പം നിങ്ങളും പങ്കുചേരുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്തകൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കണേ. വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ, എൻ്റെ ബോധ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്നാമതായിട്ട്, വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് സുബോധം വേണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അഴുക്കിലാണെന്നും അശുദ്ധിയിലാണെന്നും ഒരാത്മാവ് തിരിച്ചറിയുന്നിടത്ത് നിന്നാണ് വിശുദ്ധിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതെന്ന് ഞാൻ കരുതുന്നത്. എനിക്ക് എവിടെയെങ്കിലുമൊക്കെ തെറ്റുപറ്റി പോകുന്നുണ്ട്, പതറിപ്പോകുന്നുണ്ട്, വീണ് പോകുന്നുണ്ട് എന്നുള്ളൊരു സുബോധം ആത്മാവിന് വേണം. പലപ്പോഴും എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഒന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഞാൻ പാപിയാണെന്നുള്ളൊരു ചിന്ത അക്സെപ്റ്റ് ചെയ്യത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു മദ്യപാനിയായ വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് പറയാട്ടോ, വളരെ ബാലിശമായ ഒരു കാര്യം പറയായിരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടായി മക്കളൊക്കെ ഉള്ളതല്ലേ, ഭാര്യയൊക്കെ ഉള്ളതല്ലേ, കുഞ്ഞു മക്കളല്ലേ, ഇതൊന്ന് അവസാനിപ്പിക്കണേന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, അച്ഛാ ബൈബിളിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത് മദ്യപിക്കരുതെന്ന്? ഞാൻ പറഞ്ഞു, 100 സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് മദ്യപിക്കരുതെന്ന്. അതായത് കണ്ടോ, അദ്ദേഹം ചെയ്യുന്നൊരു തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് തെറ്റാണെന്ന് പറയാനുള്ളൊരു സുബോധം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടോ, നമ്മൾ എപ്പോഴും നമ്മൾ പാപിയാണെന്നുള്ളൊരു, പാപത്തിലാണെന്നുള്ളൊരു സുബോധമുണ്ടോ? നമ്മൾ ഒരു പകുതി രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ പറയും. ഞാൻ മദ്യപാനിയാണ്, ഞാൻ വ്യഭിചാരത്തിലാണ്, ഞാൻ അഹങ്കാരിയാണ്, ഞാൻ വെറുപ്പിലാണ്, ഞാൻ വൈരാഗ്യത്തിലാണ്, മറ്റ് തിന്മകളിലാണ്, ഞാൻ ഭ്രൂണഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ചെയ്തു പോയിട്ടുള്ളൊരു വ്യക്തിയാണ്, ഞാൻ അനുദപിക്കേണ്ടവനാണ് എന്നുള്ളൊരു സുബോധമുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. സുബോധമുണ്ടോ? എനിക്കും നിനക്കും സുബോധമുണ്ടോ? അല്ലെ, ചിലരെന്ത് ചെയ്യും? പാപത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല, മദ്യപിച്ചുകൊണ്ടേയിരിക്കും, വ്യഭിചരിച്ചുകൊണ്ടേയിരിക്കും, മന്ത്രവാദത്തിനും കൂടോത്രത്തിനൊക്കെ പോയിക്കൊണ്ടേയിരിക്കും, വെറുപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. സുബോധം നഷ്ടപ്പെട്ടു പോകുന്നേ. സുബോധം നഷ്ടപ്പെട്ട വ്യക്തികളായിട്ട് നമ്മൾ മാറരുത്. സുബോധത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാലേ വിശുദ്ധിയിലേക്ക് നമുക്ക് നടന്നെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയും ഭർത്താവും കൂടി സംസാരിക്കാനായിട്ട് വന്നു. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ വലിയ ഇഷ്യൂസൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ വലിയ ഇഷ്യൂസൊന്നുമില്ല. ഡിവോഴ്സിനെ കുറിച്ചൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ സംസാരിച്ച് 1-2 മണിക്കൂർ സംസാരിച്ചു, പക്ഷേ ഇഷ്യൂസൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ഈഗോ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഈഗോ മാത്രമേ ഉള്ളൂ, എനിക്ക് വിട്ടുകൊടുക്കാനൊന്നും പറ്റത്തില്ല. അവൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവൻ പറയും, അവൾ അങ്ങനെ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയാണ്. പരസ്പരം ഒന്ന് ചെറുതാകാൻ പറ്റുന്നില്ല, ഈഗോ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ അവരോട്, രണ്ടുപേരും അധ്യാപകരാണ്, രണ്ടുപേരോടും പറഞ്ഞു, രണ്ടുപേർക്ക് ഈഗോയാണ്. അവസാനം രണ്ടുപേരും സമ്മതിച്ചു, സുബോധത്തിലേക്ക് വന്നു. അച്ഛാ ഈഗോയാണ്. അവസാനം ആ അധ്യാപകൻ പറഞ്ഞു തീർക്കുന്നുണ്ട്, അച്ഛാ അതാ ഈഗോയാണ്. ഉണ്ടോ? സുബോധത്തിലേക്ക് വന്നു കഴിയുന്നിടത്താണ് വിശുദ്ധിയിലേക്കുള്ള യാത്ര തുടങ്ങുക. അപ്പം അതുകൊണ്ട് പാപിയാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് കടന്നു വരാനായിട്ട്, സുബോധത്തിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അങ്ങനെ കടന്നു വരാൻ പറ്റിയ കുറേയും കൂടി സ്വർഗത്തിൻ്റെ മകനായിട്ടൊക്കെ നമുക്ക് മാറാൻ പറ്റുന്നേ. ഈ അഹങ്കാരമുള്ള വ്യക്തികൾ എപ്പോഴും പാപത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? അഹങ്കാരം ഞാൻ നിനക്കെതിരാണെന്ന വചനം പറയുക. ഈ അഹങ്കാരമുള്ള വ്യക്തി എപ്പോഴും സ്വയം ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നു. സ്വയം അമിതമായ സ്വയം സ്നേഹം, അമിതമായ സ്വയം പ്രാധാന്യം, അമിതമായ ഞാൻ തന്നെയാണ് ശരിയെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. തെറ്റുപറ്റിയാലും ഞാൻ മാത്രം ശരിയെന്ന് പറയുന്നൊരു വ്യക്തിയാണ് അഹങ്കാരി എന്ന് പറയുക. അങ്ങനെയുള്ളവർക്ക് സുബോധം ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ സാത്താൻ എന്ന് പറയുന്ന ആൾ മാലാഖയായിരുന്നില്ലേ? മാലാഖയെ സാത്താനാക്കി മാറ്റിയ പാപം അഹങ്കാരം. മനുഷ്യനെ മാലാഖയാക്കി മാറ്റാൻ പോകുന്ന പുണ്യം എളിമ. നിനക്ക് മാലാഖയാണോ? എളിമയുള്ളവരാകുക. എളിമയുള്ളവർക്കാണ് സുബോധത്തിലേക്കും താഴ്മയിലേക്കും കടന്നു വരാനായിട്ടൊക്കെ പറ്റുക.
ലൂക്കാ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമല്ലോ. ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. ഈ ധൂർത്തപുത്രൻ പിതാവിൽ നിന്ന് സ്വത്തെല്ലാം വാങ്ങി ദൂരദേശത്തേക്ക് പോയി അടിച്ച് പൊളിക്കുകയാണ്. അവൻ്റെ സ്വത്തെല്ലാം തിമിർക്കുകയാണ്. എല്ലാം തീർന്നു. ആ നാട്ടിൽ അവസാനം അവന് ക്ഷാമം വന്നപ്പോൾ അവൻ്റെ കൂട്ടുകാരൊക്കെ അവൻ ഇട്ടിട്ട് പോയി. അവൻ അവസാനം പന്നിക്കൂട്ടിൽ അവസാനിക്കുകയാണ്. പന്നികൾക്ക് കൊടുക്കേണ്ട തവിട് പോലും കഴിക്കാൻ അവന് കിട്ടിയില്ലെന്നാണ് പറയാൻ. പിന്നീട് അവന് സുബോധമുണ്ടായി എന്ന് വചനം പറയുന്നുണ്ട്. അത് പിതാവിൻ്റെ ഭവനത്തിൽ പിതാവിൻ്റെ വേലക്കാർ പോലും എത്ര സുഭിക്ഷമായി ഭക്ഷിക്കുന്നു എന്നുള്ളൊരു ചിന്ത എളിമയോടെ അവനിലേക്ക് കടന്നു വരികയും പിതാവിൻ്റെ അടുക്കലേക്ക് പോകണമെന്ന് ഒരു സുബോധമുണ്ടായി. താൻ പാപിയാണെന്നുള്ളൊരു സുബോധം ആർക്കുണ്ടായി? ധൂർത്തപുത്രനുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നറിയാമോ? എല്ലാ പാപവും അവസാനിക്കുന്നത് പന്നിക്കൂട്ടിലായിരിക്കും. പാപത്തിൻ്റെ നൈമിഷിക സുഖമുണ്ട്, പക്ഷേ എല്ലാ പാപവും അവസാനിക്കുന്നത് പന്നിക്കൂട്ടിലായിരിക്കും. മദ്യപാനി, നീ മദ്യപിക്കുമ്പോൾ നിനക്കൊരു പാപത്തിൻ്റെ നൈമിഷിക സുഖമൊക്കെ കിട്ടും, പക്ഷെ അവസാനം നിൻ്റെ കരളും ഹൃദയവും ശരീരവും ഒക്കെ അഴുകി നശിഞ്ഞ് നീ ഇല്ലാതാവും. കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് 2-3 മദ്യപാനികൾ വല്ലാതെ മദ്യപിച്ച് ശരീരം അഴുക്കാക്കി കളഞ്ഞ, അശുദ്ധമാക്കി കളഞ്ഞ 2-3 പേരെ അച്ഛൻ കണ്ടിരുന്നു. ഇങ്ങനെ ലിവറൊക്കെ ഡാമേജ് ആയിട്ട് മരണത്തോട് മുഖാമുഖം നിൽക്കുന്ന വ്യക്തികളെ ആശുപത്രി കിടക്കയിൽ വിസിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഒരു സാധ്യത കിട്ടി. അതായത് നമ്മൾ നോക്കണം, പാപമാണെന്നുള്ളൊരു ബോധം പോലും നഷ്ടപ്പെട്ട് വല്ലാതെ സാത്താനാൽ ബന്ധിക്കപ്പെട്ട ആളുകൾ, സുബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. പാപം അവസാനം നമ്മളെ പന്നിക്കുഴിയിൽ അവസാനിപ്പിക്കും, നരകക്കുഴിയിൽ അവസാനിപ്പിക്കും. വ്യഭിചാര ദുർബോധം നിറഞ്ഞ വ്യക്തികൾ എങ്ങനെയാണ്? ഭാര്യയൊന്നും അറിയുന്നില്ല, ഭർത്താവൊന്നും അറിയുന്നില്ല, അതുകൊണ്ട് ചാറ്റിംഗ് ആയി, ചീറ്റിംഗ് ആയി, മനസ്സ് പങ്കുവയ്ക്കലായി, ശരീരം പങ്കുവയ്ക്കലായി, വിവാഹ ഉടമ്പടിക്ക് പുറത്തുള്ള ജീവിതമായി. അവസാനം എന്തൊറ്റെന്ന് അറിയാമോ? രഹസ്യമായി ചെയ്യുന്നത് പുരമുകളിൽ പ്രഘോഷിക്കപ്പെടുന്ന ഒരു കാലം വരും. സത്യമാണ്. നീ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ പുരമുകളിൽ പ്രഘോഷിക്കപ്പെടുന്ന ഒരു കാലം വരും. സാത്താൻ്റെ ഒരു അടവാത്. സാത്താൻ്റെ ഒരു അടവാ. നമ്മളെ ഇങ്ങനെ ചൂണ്ടിയിടുന്ന കണ്ടിട്ടില്ലേ? ചൂണ്ടിയിടുമ്പോൾ ഇര ഇങ്ങനെ കൊളുത്തി ഇതിലിങ്ങനെ ഇടും. ഇട്ട് കഴിയുമ്പോൾ മീൻ എന്ത് ചെയ്യും? ഇരയെ ഇങ്ങനെ ആദ്യം ഒന്ന് പതിയൊന്ന് പല്ലുകൊണ്ടോ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കും. അപ്പോൾ ഒന്ന് രുചിയുണ്ടെന്ന് കാണും. വീണ്ടും ടച്ച് ചെയ്യും. വീണ്ടും അവസാനം ഈ കുളത്ത് ആ ഇരയോടുകൂടെ ഉള്ളിലേക്ക് ആക്കും. അപ്പോഴാണ് മീൻപിടുത്തക്കാരൻ വലിച്ചു പൊക്കുക. ഇതുപോലെയാണ് സാത്താനം. നമുക്കിങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് തന്നുകൊണ്ടിരിക്കും. അവസാനം കുളത്തിൽ നിന്ന് കണ്ടു കഴിയുമ്പോൾ ആത്മാവിനെയും കൊണ്ട് സാത്താൻ പോയി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനു മുമ്പേ സുബോധത്തോടെ കടന്നു വരണം. അതിനു മുമ്പേ ഒരു കാര്യം മനസ്സിലാക്കണം, പന്നിക്കൂട്ടിലാണെന്നും പന്നിക്കൂടെ എന്നെ നശിപ്പിക്കുന്നുണ്ടോ എന്നും മനസ്സിലാക്കണം. ആത്മാവ് ജീർണിക്കുന്നുണ്ടെന്നും ജീവിതം നശിക്കുന്നുണ്ടെന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. വ്യഭിചാര ആസക്തിയിലൊക്കെ ജീവിക്കുമ്പോൾ അവസാനം എന്താ സംഭവിക്കുക? എല്ലാ കേസിലും അച്ഛൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, കുടുംബം തകരും. സാത്താന് കുടുംബത്തെ വെറുപ്പാന്നേ. അച്ഛൻ വീണ്ടും പറയാണ്, ദൈവത്തിൻ്റെ ആദ്യത്തെ പ്ലാനാണ് ഫാമിലിയെ ഫോം ചെയ്യുക എന്നുള്ളത്. ആദവും ഹവ്വായും, ആബേലും കായേലും അടങ്ങുന്ന ഒരു കുടുംബം. ഈ കുടുംബത്തെ നശിപ്പിക്കുക. ആദവും ഹവ്വായും ഇങ്ങനെ നടക്കുന്ന പർദീസരോട് ലാത്തുമ്പോഴാണ് സാത്താൻ സർപ്പത്തിൻ്റെ രൂപത്തിൽ വരികയും വിലക്കപ്പെട്ട കന്യ ഭക്ഷിക്കാനായിട്ട് ഹവ്വായോട് പറയുകയും അവസാനം സാത്താൻ ഒരുക്കുന്ന കെണിയിൽ അവർ വീഴുകയും കുടുംബം ദൈവത്തിൽ നിന്ന് അകന്നുപോവുകയൊക്കെ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ട്? ദൈവത്തിൻ്റെ പദ്ധതിയാണ് കുടുംബം ഉണ്ടാകുക എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബത്തെ ശിഥിലമാക്കുക, തകർക്കുക എന്ന് പറയുന്നത് സാത്താൻ്റെ ഒരു കെണിയാണ്. ഈ വ്യഭിചാര ആസക്തിയിൽ ജീവിച്ചും അവസാനം ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, ഒന്നും നടക്കത്തില്ലെന്ന് വിചാരിക്കുക. അവസാനം സാത്താൻ എല്ലാം പുറത്തു കൊണ്ടുവരും. എന്നിട്ട് ഡിവോഴ്സ് ആവും. മക്കൾ സിംഗിൾ പാരൻറ്റിൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കേണ്ടി വരും. നമ്മളുടെ ഈ ജഡികമായ ആസക്തി മൂലം, പാപം മൂലം ഏറ്റവും കൂടുതൽ വേദനിക്കേണ്ടി വരുന്ന ആരാ? കുഞ്ഞുങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. സുബോധത്തോടെ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. പ്രഭാഷകൻ 23:19. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. കണ്ടോ? 10,000 മടങ്ങ് ശക്തിയുള്ളത് കർത്താവിൻ്റെ കണ്ണുകൾ. നീ ഓർക്കണം, നീ ഏത് പാപത്തിലായാലും നീ എന്തു ചെയ്താലും കർത്താവിൻ്റെ കണ്ണുകളെ വെട്ടിക്കാനോ പറ്റിക്കാനോ എനിക്കും നിനക്കും സാധിക്കത്തില്ല. പ്രഭാഷകൻ 23:18 പറയുന്നത് എന്താ?
വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഹത്യം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യൻ്റെ വിഡ്ഢിത്തം കലർന്ന ഭോഷത്വം നിറഞ്ഞ ചിന്തയാ. ആരും കാണുന്നില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട് എന്നുള്ളൊരു സുബോധത്തിൽ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. മദ്യപാനിക്ക് സുബോധമില്ല, വ്യഭിചാരിക്ക് സുബോധമില്ല, അഹങ്കാരിക്ക് സുബോധമില്ല, കഞ്ചാവിനും മറ്റു തിന്മകൾക്കും അടിമപ്പെട്ടവർക്ക് സുബോധമില്ല. പണത്തിൻ്റെ ദാഹം കൊണ്ട് ദ്രവ്യാഗ്രഹത്തിന് പുറകെ നടക്കുന്നവർക്ക് സുബോധം നഷ്ടപ്പെട്ടു പോകുന്നു. സുബോധമുള്ളവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണമെന്ന് അച്ഛൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ്. ജോബ് എന്താ പറയണേ? ജോബ് 24:15 ആരും എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞ് വ്യഭിചാരി ഇരുട്ടാകാൻ കാത്തിരിക്കുന്നു, അവൻ മുഖം മൂടി അണിയുന്നു. എല്ലാ മുഖം മൂടിയും അണിഞ്ഞോ? പക്ഷെ ദൈവം എല്ലാ മുഖം മൂടിയും പറിച്ചു കളയുന്ന, തകർത്തെറിയുന്നൊരു സമയം വരും. ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കേണ്ട സമയം വരും. ആ സമയത്ത് പരിശുദ്ധിയോടെ നിൽക്കാൻ നമുക്ക് കഴിയണം. അതിനെന്ത് ചെയ്യണം? ഇന്ന് ഞാൻ പാപത്തിലാണെങ്കിൽ, ഞാൻ അഴുക്കിലാണെങ്കിൽ, സുബോധത്തോടെ ജീവിച്ച് കർത്താവിന് ഇഷ്ടപ്പെട്ട വഴികളിലൂടെ ചരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. സങ്കീർത്തനം 82:5 അവർക്ക് അറിവില്ല, ബുദ്ധിയുമില്ല, അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു. വീണ്ടും സുഭാഷിതങ്ങൾ 8:13 നീചന് നന്മ കൈവരികയില്ല, ജീവിതം നിഴൽ പോലെ നീട്ടാനും അവന് കഴിയുകയില്ല. കാരണം അവൻ ദൈവസന്നിധിയിൽ ഭയത്തോടെയല്ല വ്യാപരിക്കുന്നത്. ദൈവസന്നിധിയിൽ ഭയത്തോടെ വ്യാപരിക്കണം, ദൈവസന്നിധിയിൽ താഴ്മയോടെ വ്യാപരിക്കണം. സങ്കീർത്തനം 32:9 നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. ബുദ്ധിയില്ലാത്തവനാകരുതെന്ന് കർത്താവ് പറയാണ്. കുതിരയും കോവർ കഴുതയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. നീ കേൾക്കണം, ബുദ്ധിയില്ലാത്തവനാകരുത്. ദൈവം കാണുന്നുണ്ട്, ബുദ്ധിയില്ലാത്തവനാകരുത്. നീ കടിഞ്ഞാനിടണം. തുടർന്ന് വചനം പറയാണ്, കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിൻ്റെ വരുതിയിൽ നിൽക്കുകയില്ല. നിയന്ത്രിക്കണം, പാപത്തെ നിയന്ത്രിക്കണം. കടിഞ്ഞാൻ കൊണ്ട് നമ്മൾ നിയന്ത്രിക്കണം. നിയന്ത്രിച്ചാലേ അത് നമ്മുടെ പരിധിയിൽ നിൽക്കത്തുള്ളൂ. ജെറമിയ 13:27 നിൻ്റെ മ്ലേച്ഛതകളും വ്യഭിചാരങ്ങളും വിഷയാസക്തിയുടെ സീൽക്കാരവും കാമാന്തമായ വേശ്യാവൃത്തികളും നാട്ടിൻ പുറത്തും മലമുകളിലും ഞാൻ കണ്ടു. ജെറുസലേമേ നിനക്ക് ദുരിതം, എന്നാണ് നീ ശുദ്ധയാവുക. കണ്ടോ, കർത്താവ് നമ്മൾ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. എന്തിന്? വിശുദ്ധിയിലേക്ക്, നന്മയിലേക്ക്, സുബോധത്തിലേക്ക്. കണ്ടോ, അപ്പോൾ നമ്മൾ സുബോധത്തോടെ കൂടി ജീവിക്കണം. കർത്താവിൻ്റെ മുന്നിൽ ഒരു തുറവി എപ്പോഴും വയ്ക്കണം. സുബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, നമ്മൾ കർത്താവിനോട് ഒരു തുറവി എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം. കർത്താവിനോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കണം. സുബോധം വന്ന് അവിടെ നിർത്തരുത്. കർത്താവെ, ഞാൻ ദേ പാപത്തിൽ നിന്ന് കരകയറിയിട്ടോ, ഇനി അങ്ങ് നയിക്കണം, അങ്ങ് ശക്തിപ്പെടുത്തണം, അങ്ങ് തന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണമെന്ന് കർത്താവിനോട് പറഞ്ഞ് യാത്ര ചെയ്യണം. കർത്താവിനോട് തുറവി ഉണ്ടാവണം കേട്ടോ, തുറവി ഉണ്ടാവണം. അതിൽ ലൂക്കാ 15:21 നമ്മൾ കാണുമല്ലോ, മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. കണ്ടോ, എന്ത് സിമ്പിളായിട്ടാണ് ആ മകൻ സുബോധത്തോടെയും തുറവിയോടുകൂടെയും സിമ്പിളായിട്ട് സംസാരിക്കണേ. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. എല്ലാ ബന്ധങ്ങളിലും ഒരു ഓപ്പൺനെസ് നല്ലതാണ്. ഒന്ന് ദൈവത്തോട് ബി ഓപ്പൺ ടു ദ ലോഡ്. നിന്റെ ചെറിയ വേദനകളാണെങ്കിലും വലിയ വേദനകളാണെങ്കിലും, നിൻ്റെ ഹാപ്പിനെസ് സന്തോഷങ്ങളാണെങ്കിലും നിൻ്റെ ദുഃഖങ്ങളാണെങ്കിലും എല്ലാം ദൈവത്തോട് തുറവിയോടെ യാത്ര ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വിശുദ്ധിയോടെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അച്ഛൻ കരുതണേ. പറ്റും. ഇനി എവിടെയെങ്കിലും വീണു പോയാലും ഉണ്ടല്ലോ, ഈശോയെ വീണു കിട്ടോ, പാവത്തിൽ വീണു കിട്ടോ, പതറിയിട്ടോ, കാലുവഴുതി വീണു കിട്ടോ എന്ന് കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുമെന്നേ. വീണ്ടും നടക്കാൻ അവിടെ നിന്ന് നിനക്ക് കൃപ തരുമെന്നേ. വചനം എല്ലാ ബന്ധങ്ങളിലും ഒരു ഓപ്പൺനെസ് വേണം. ഒന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ, രണ്ട് നിൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ. ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഓപ്പൺനെസ് വേണം, ഭർത്താവിന് ഭാര്യയോട് ഓപ്പൺനെസ് വേണം. പല ഈ ഡിവോഴ്സ്
വേണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് പലപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് തുറന്നിട്ടുണ്ടാവില്ല. ഇങ്ങനെ ടെൻഷനും രണ്ടുപേരിൽ നിന്ന് വന്നിട്ടുള്ള പാകപ്പിഴകൾ ഇങ്ങനെ ബലൂൺ പോലെ മനസ്സിലിങ്ങനെ വീർപ്പിച്ച് ഇങ്ങനെ നിൽക്കുമായിരിക്കുള്ളൂ. ഒന്ന് ആ ബലൂണൊന്ന് കുത്തിപ്പൊട്ടിച്ചാൽ മതി. സംസാരിച്ചൊന്ന് മനസ്സ് തുറന്നൊന്ന് കുത്തിപ്പൊട്ടിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പലർക്കും ഡിവോഴ്സിൽ നിന്ന് കരകയറി വരാൻ പറ്റും. ഞാനെന്താ ചെയ്യുകയെന്നറിയാമോ? രണ്ടുപേരോടും പരസ്പരം സംസാരിക്കാൻ പറയും. ഇങ്ങനെ കുറേ നേരം സംസാരിച്ച് കഴിയുമ്പോൾ ആദ്യം ഭർത്താവിന് ചാൻസ് കൊടുക്കും, പിന്നെ ഭാര്യയ്ക്ക് ചാൻസ് കൊടുക്കും, പിന്നെയും ഭർത്താവിന് ചാൻസ് കൊടുക്കും, ഭാര്യയ്ക്ക് ചാൻസ് കൊടുക്കും. ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ഇരിക്കേണ്ടി വരും. അവരിരുന്നിരുന്നിരുന്ന് സംസാരിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ തുറവി വരും, ആ സന്തോഷം അവരുടെ ഉള്ളിലേക്ക് വരും. ബി ഓപ്പൺ. കുടുംബത്തിൽ ഓപ്പൺ ആവും. നിൻ്റെ മക്കളുടെ മുന്നിൽ നീ ഓപ്പൺ ആവും. നിൻ്റെ ഹൃദയം തുറന്നു വയ്ക്കുക. മക്കളോടും അച്ഛൻ പറയാണ്, നിങ്ങളുടെ അപ്പനോടും അമ്മയോടും തുറവിയുള്ളവരാകുക. ജനറേഷൻ ഗ്യാപ്പൊക്കെ ഉണ്ടാവും, പക്ഷെ നിൻ്റെ അപ്പനാ, ദൈവം തന്ന നിൻ്റെ അമ്മയാ. തുറവിയോടുകൂടെ ആയിരിക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ തുറവിയുള്ളവരായിരിക്കണം. തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് ഒരുപാട്. പക്ഷെ തുറന്ന് സംസാരിക്കില്ല, എന്തു ചെയ്യും? ഞാൻ ചെറുതായി പോവില്ലേ? എൻ്റെ ശരികളൊക്കെ തെറ്റായി പോവില്ലേ? എൻ്റെ ശരികൾ അവൻ്റെ ശരിയോട് ചേർന്നില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ താഴുമില്ല. മനസ്സിലായോ? ജോലി സ്ഥലങ്ങളിൽ ബോസിൻ്റെ മുന്നിലൊന്നും മനസ്സ് തുറന്ന തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നിൻ്റെ സബോർഡിനേറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കരുത്. അത് മനസ്സ് തുറന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പലതും ഉള്ളൂ. ഭാര്യയായിട്ടുള്ള പ്രശ്നത്തിൽ, ഭർത്താവായിട്ടുള്ള പ്രശ്നത്തിൽ, മക്കളായിട്ടുള്ള പ്രശ്നത്തിൽ, നിൻ്റെ അയൽവാസിയുമായിട്ടുള്ള പ്രശ്നത്തിൽ, നിൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ, നിൻ്റെ വികാരിയച്ഛനുമായിട്ടുള്ള ബന്ധത്തിൽ, കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സുമായിട്ടുള്ള ബന്ധത്തിൽ, ഇടവക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ, എല്ലാറ്റിലും ഒരു തുറവി നീ കാണിക്കുകയാണെങ്കിൽ ജീവിതം കുറേ കൂടി മനോഹരമായിട്ട് മാറും കേട്ടോ. അപ്പോൾ തുറവി ഉള്ളവരായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറണം, ഈശോയിലേക്ക് ചെല്ലണം. സുബോധം ഉണ്ടാവണം, രണ്ട് തുറവി ഉണ്ടാവണം. തുറവി ഉണ്ടാവുമ്പോൾ ജീവിതം കുറേയും കൂടി നല്ലതാവുന്നേ, കുറേയും കൂടി ഫ്രീ ആവും, കുറേയും കൂടി സന്തോഷമുള്ളതാവും. ഒന്നും മനസ്സിലടുക്കി വെച്ചേക്കരുത്. ചില ആളുകൾ അച്ഛനെ കാണാനൊക്കെ വരുന്നു, കടുത്ത നിരാശയുള്ള ആളുകൾ മുറിയുന്നു. ഞാൻ ഓർക്കുന്നു, ഇന്നത്തെ കാലഘട്ടത്തിൽ യുവത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ നിരാശയും ഡിപ്രഷനും ഒക്കെയാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ ഇത്ര ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇന്ന് മൊബൈലിനോട് ചുരുങ്ങിയ ആളുകളെ, ഇങ്ങനെ കൂട്ടുകാരോടൊക്കെ ഇടപഴകുന്നതൊക്കെ വെട്ടിച്ചുരുക്കിയ കുറേ യുവജനങ്ങളൊക്കെ ഉണ്ട്. ചില അമ്മമാരൊക്കെ വന്നിട്ട് പറയും, അച്ഛാ എൻ്റെ മോൻ മുറിക്ക് പുറത്തിറങ്ങൂല, എൻ്റെ മോള് മുറിക്ക് പുറത്തിറങ്ങൂല, ഫോണും പിടിച്ചെങ്ങനെ ഇരിക്കും, ഭക്ഷണം കഴിക്കാൻ പുറത്ത് വരും, അകത്തേക്ക് കയറും. അത് ഒരു താല്പര്യമില്ല, ഒരു യാത്രയും പോവില്ല, ഒരു പള്ളിയിലും പോവില്ല, എന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കും. അതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് പോവാം. തുറവിയുള്ളവരാകും, സോഷ്യലൈസ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നീ കുറേയും കൂടി പ്രൊഡക്റ്റീവ് ആകുക. നീ നിനക്ക് വേണ്ടി തന്നെ ജീവിക്കാൻ വേണ്ടിയല്ലല്ലോ ഈ ഭൂമിയിലേക്ക് വരുന്നത്. സെക്കുലറായിട്ടുള്ള കുറേ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ഹാപ്പിനെസ്സാണ് പ്രധാനം. അല്ല, യു ആർ റോങ്. കർത്താവിൻ്റെ ആഗ്രഹം എന്താ? നീ നിൻ്റെ ഹാപ്പിനെസ്സിനേക്കാളും അപരൻ്റെ ഹാപ്പിനെസ് കണ്ടോ, സഹോദരന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സെക്കുലർ ലവ് എന്താ? വാങ്ങുന്നു, കൊടുക്കുന്നു. എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹം തിരിച്ചു കൊടുക്കുന്നു, എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹം തിരിച്ചു കൊടുക്കുന്നു. അതാണ് സെക്കുലർ ലവ്. ലോകത്തിൻ്റെ സംസാരം അങ്ങനെയാണ്, ലോകത്തിൻ്റെ ഭാഷ അതാ. പക്ഷേ ക്രിസ്തീയ ഭാഷ അതല്ല, ഈശോയുടെ ഭാഷ അതല്ല. നീ സ്നേഹിക്കപ്പെട്ടില്ലെങ്കിലും സ്നേഹം കൊടുക്കുക. നിന്നിലേക്ക് മുൾക്കിരീടം വച്ചാലും നീ സ്നേഹത്തിൻ്റെ കരുണാർദ്രമായൊരു നോട്ടം അവരിലേക്ക് കൊടുക്കുക. നീ കല്ലെറിയപ്പെട്ടാലും അവനെ സ്നേഹിക്കുക. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് എല്ലാവരോടും തുറവിയുള്ളവരാകുക. ദൈവത്തോടാണെങ്കിലും സഹോദരങ്ങളോടാണെങ്കിലും തുറവിയുള്ളതായിട്ട് മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. യെശയ്യാ 29:12. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. അവസാനത്തെ സെൻറ്റൻസ് കണ്ടോ? പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. പൂർണ്ണമാകണം. ഈശോയോടുള്ള നിൻ്റെ ദാഹം പൂർണ്ണമാകണം. ഈശോയോടുള്ള നിൻ്റെ തുറവി പൂർണ്ണമാകണം. കംപ്ലീറ്റ്ലി യു ഹാവ് ടു ഗിവ്. ഒരു റിസർവ് ഇല്ലാതെ ഈശോയ്ക്ക് കൊടുക്കണം. ആ സുവിശേഷത്തിൽ നമ്മൾ കാണുമല്ലോ, പാപിനിയായ സ്ത്രീ കർത്താവ് ഫരിസേൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ കർത്താവിൻ്റെ പിന്നിൽ വന്നിരിക്കുക ആൾ. എന്നിട്ട് എന്ത് ചെയ്യുക? കണ്ണുനീര് കൊണ്ട് പാദങ്ങൾ കഴുകണം. ഏറ്റവും വലിയ ഓപ്പൺനെസ്സാണ് കാണിക്കണേ. വാക്കുകൾ ഫലപ്രദമാകുന്നില്ലെന്ന് കാണുമ്പോൾ ചില ആളുകൾ ചെയ്യുന്നൊരു കാര്യമൊക്കെ ഇരുന്നങ്ങോട്ട് കരയും. മനസ്സിലെ വാക്കുകളെല്ലാം കണ്ണുനീർത്തുള്ളികളിലുണ്ടാവും.
കർത്താവിന് പ്രത്യേകം കർത്താവിനോട് ഭാഷകളൊന്നും സംസാരിക്കണമെന്നില്ലല്ലോ, വാക്കുകൾ വേണ്ടല്ലോ. അവൻ മനസ്സ് കാണുന്നൊരു ദൈവമല്ലേ, മനുഷ്യനല്ലേ പുറം കാണുക. ദൈവം ഹൃദയത്തിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ഒപ്പിയെടുക്കുന്നവനാ. ആ സ്ത്രീ വന്നിട്ട് എന്താ ചെയ്യണേ? കർത്താവിൻ്റെ മുന്നിൽ വന്നിരുന്ന് കരയാണ്. കരഞ്ഞ് കരഞ്ഞ് കർത്താവിൻ്റെ പാദങ്ങൾ കഴുകാണ്. എന്നിട്ട് തലമുടി കൊണ്ട് തുടക്കുകയാണ്. പാദങ്ങൾ തുടച്ച പാദങ്ങൾ ചുംബിക്കുകയാണ്. പിന്നീട് സുഗന്ധതൈലം പൂശുകയാണ്. തുറവിയുള്ളവളാകുകയാണ്. എല്ലാം തുറന്ന് പറയുകയാണ്. വാക്കുകളില്ല, പക്ഷെ ഹൃദയം ഇങ്ങനെയുണ്ടല്ലോ, വല്ലാതെ കർത്താവിൻ്റെ മുന്നിൽ തുറന്നു വയ്ക്കുകയാണ്. അനുദപിക്കുകയാണ്. കർത്താവിനോട് സോറി പറയുകയാണ്. സുബോധത്തിലേക്ക് കടന്നു വരികയാണ്. തുറവിയുള്ളവളായിട്ട് മാറുകയാണ്. കർത്താവ് പറയുന്നുണ്ട്, മേലിൽ പാപം ചെയ്യരുത്, നിൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ മുന്നിൽ തുറവിയോടുകൂടെ എന്നുമായിരിക്കാൻ പരിശ്രമിക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ എന്നും കത്തോലിക്ക സഭയിൽ ഏറ്റവും കൂടുതൽ തുറവി കാണിക്കേണ്ട ഒരു ഇടമെന്ന് പറയുന്നത് കുമ്പസാരക്കൂടാണ്, അല്ലേ? ഞാൻ പറയുന്നൊരു വാക്ക് ഇതാണ്, സ്വർഗത്തിൻ്റെ കവാടമാണത് കുമ്പസാരക്കൂട് എന്ന് പറയുന്നത്. കുമ്പസാരിക്കാൻ വരുന്നവരോടൊക്കെ ഞാൻ പറയും, ഇത് സ്വർഗത്തിൻ്റെ കവാടം. എന്നോടാണ് പറയുന്നത്, പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. കർത്താവിൻ്റെ കൈകളാണ്, കർത്താവിൻ്റെ അധരങ്ങളാണ്. എന്നിലൂടെയാണ് എൻ്റെ കർത്താവ് പ്രവർത്തിക്കുന്നത്. തുറന്നു പറയണം. നിൻ്റെ ചങ്കിലെ എല്ലാ സങ്കടങ്ങളും തുറന്നു പറയണം. നിൻ്റെ ചങ്കിലെ എല്ലാ പാപാവസ്ഥകളും, ഈ പാപിനിയായ സ്ത്രീ തുറന്നു വച്ചതുപോലെ എല്ലാം തുറവിയോട് പറയണം. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം കുമ്പസാരിക്കുന്നൊരു വൈദികനാണ്. കാരണം എന്താ? ഞാൻ പാപിയാണ്, ബലഹീനനാണ്. കർത്താവിനോട് ഇങ്ങനെ തുറവിയുള്ളവനായിട്ട് യാത്ര ചെയ്യുമ്പോഴാണ് ജീവിതം കുറേ കൂടി സന്തോഷമുള്ളതാകുന്നതും നിറമുള്ളതായിട്ട് മാറുന്നതായിട്ട് അച്ഛൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തുറവിയുള്ളവനായിരിക്കണം. കൂടെ കർത്താവിനോട് സംസാരിക്കാനും നിൻ്റെ ഹൃദയത്തിൻ്റെ അഴുക്കുകളും അശുദ്ധികളും കർത്താവിൻ്റെ മുന്നിൽ തുറന്നു വയ്ക്കാനുള്ള ഒരിടം കൂടിയാണ് എന്ത്? കുമ്പസാരക്കൂട്ട്. ഒരു ഒളിപ്പിക്കലും ഇല്ലാതെ. കള്ളക്കുമ്പസാരം ആവരുത്. ചില പാപങ്ങൾ ഇഷ്ടമുള്ള പാപങ്ങൾ പറയും, ഇഷ്ടമില്ലാത്ത പാപങ്ങൾ പറയത്തില്ല. അച്ഛൻ എന്ത് വിചാരിച്ചിട്ട് ചില പാപങ്ങൾ പറയത്തില്ല. പൗഡർ കുമ്പസാരങ്ങളായിരിക്കും. നല്ല കാര്യങ്ങൾ മാത്രം, ചെറിയ പാപങ്ങൾ മാത്രം. യഥാർത്ഥത്തിൽ പറയേണ്ട പാപങ്ങളൊന്നും പറയത്തില്ല. ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള തുറവില്ലാത്ത കുമ്പസാരങ്ങളായി പോകരുത്. പിന്നെ ചില പാപമില്ലാത്ത കുമ്പസാരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛാ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെയുള്ളൂ, പാപമില്ല. കുമ്പസാരക്കൂട്ടിൽ വന്നിട്ട് പാപമില്ല. പൗഡറിട്ട കുമ്പസാരങ്ങളും പാപമില്ലാ കുമ്പസാരങ്ങളും ഉണ്ട്. പിന്നെ കുമ്പസാരക്കൂട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? സ്വന്തം പാപങ്ങളൊന്നും പറയത്തില്ല. അമ്മായിയമ്മയുടെ പാപങ്ങളും അമ്മായിയപ്പൻ്റെ പാപങ്ങളും എല്ലാവരെ കുറിച്ചുള്ള പാപങ്ങൾ പറയും. സ്വന്തം പാപമൊന്നും പറയാനുണ്ടാവില്ല. നമ്മളുടെ മനസ്സ് തുറക്കേണ്ട ഒരു ഇടമാണേ. അതായത് എൻ്റെ പാപങ്ങൾ പറയേണ്ട ഒരിടമാണ് കുമ്പസാരക്കൂട്. ബി ഓപ്പൺ. ഏറ്റവും സേഫസ്റ്റ് പ്ലേസാണ്. വൈദികൻ നിങ്ങളുടെ പാപങ്ങൾ വെളിപ്പെടുത്തിയ എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ആവും, പൗരോഹിത്യത്തിൽ നിന്ന് പുറത്തു പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ കുമ്പസാരക്കൂട്ടിൽ തുറവയോടുകൂടെ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് നമ്മൾ ഫ്രീ ആവണം കേട്ടോ. അപ്പോൾ കുമ്പസാരക്കൂട് തുറന്നു പറയുന്ന ഒരിടമായിട്ട് മാറണം. വെളിപാട് 2:4-5. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധംപതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. കണ്ടോ, കർത്താവിന് നമ്മളോട് പറയാനുള്ള വാക്കുകളാട്ടോ ഇത്. നിനക്കെതിരെ ഒന്ന് എനിക്ക് പറയാനുണ്ട്. പ്രേക്ഷകരോടെല്ലാം ഈശോ പറയുന്നൊരു കാര്യമാണ്, നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം എവിടെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് സുബോധത്തിലോട്ട് വന്നോട്ടോ, അതുകൊണ്ട് തുറവിയിലേക്ക് വരണോട്ടോ. അതിനാൽ ഏതവസ്ഥയിൽ നിന്നാണ് നീ അധംപതിച്ചതെന്ന് ചിന്തിക്കണം. എവിടെയാണ് നീ കിടക്കണേ? എങ്ങനെയാണ് നീ പോണേ? ചിന്തിക്കണം. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അനുദപിച്ചിട്ട് പണ്ടുണ്ടായിരുന്ന പ്രാർത്ഥന രൂപയിലേക്ക് തിരികെ വരണം. പണ്ടുണ്ടായിരുന്ന വിശുദ്ധിയിലേക്ക് നീ തിരികെ വരണം. പണ്ടുണ്ടായിരുന്ന തുറവിയിലേക്ക് നീ തിരികെ വരണം. പണ്ടുണ്ടായിരുന്ന സുബോധത്തിലേക്ക് ഇന്ന് നീ കടന്നു വരണം കേട്ടോ. വിശുദ്ധരായിട്ട് ജീവിക്കണം. അച്ഛൻ വീണ്ടും പറയുകയാണ്, ജീവിതം ഈശോയോടൊപ്പം ആഘോഷമാക്കണം. പ്രാർത്ഥിച്ചും കുമ്പസാരിച്ചും കൗദാശിക ജീവിതം നയിച്ചും ജപമാല ചൊല്ലിയും വചനം വായിച്ചും ദിവ്യകാരുണ്യം ആരാധനയിലും ദിവ്യകാരുണ്യ സ്വീകരണത്തിലും ദിവ്യബലിയിലും ഒക്കെ കേന്ദ്രീകൃതമായൊരു ജീവിതം നയിച്ച് ദൈവത്തോട് ഓപ്പണായിട്ട്
ദൈവത്തോട് തുറവിയുള്ളവരായിട്ട് സുബോധത്തോടെ ജീവിച്ച് സ്വർഗം കീഴടക്കാൻ, സ്വർഗം സ്വന്തമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. എല്ലാവരും വിശുദ്ധരായിട്ട് മാറണം കേട്ടോ. പ്രത്യേകമായിട്ട് കർത്താവ് നിങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ നിയോഗങ്ങളെ, നിങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കട്ടെ. സർവ്വ അനുഗ്രഹങ്ങളും ഐശ്വര്യവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങളുടെ ജീവിതങ്ങൾക്കും ലഭിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. മറിയത്തിനടുത്തേക്ക് പോകുക, അവളെ സ്നേഹിക്കുക, എപ്പോഴും ജപമാല ചൊല്ലുക, നല്ലതുപോലെ അത് ചെയ്യുക, നിങ്ങൾക്കു സാധിക്കുന്നിടത്തോളം അത് ചൊല്ലുക, പ്രാർത്ഥനയുടെ ആത്മാക്കളാകുക. വിശുദ്ധ പാദ്രേ പി